കാസർഗോഡ് കാവുകോളിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ പ്രധാന റോഡ് കടലെടുത്ത നിലയിലാണ്. തീരദേശവാസികളായ 200ഓളം കുടുംബങ്ങൾ ഇതോടെ കടുത്ത ആശങ്കയിലാണ്. കാവുകോളി കടപ്പുറത്താണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ പ്രധാന പാതയായ ചേരങ്കൈ കാവുകോളി റോഡ് പൂർണ്ണമായും കടലെടുത്ത നിലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തുള്ള റോഡാണ് തകർന്നത്. ഇതോടെ ഈ ഭാഗത്തു നിന്നുള്ള ഗതാഗത സംവിധാനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഏത് സമയവും വീടുകളിലേക്ക് കടൽ ഇരച്ചു കയറാവുന്ന ഭീതിജനകമായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. റോഡ് ഫുള്ളായിട്ട് ഇവിടെ പോകാൻ കാരണം ഇപ്പോ മഴയാണ്. മഴ തുടർന്ന് റോഡ് പോയിട്ടുണ്ട്. സാധാരണ ഈ റോഡ് കറക്റ്റിൻ്റെതാണ്, ആ വീട് വരേണ്ടതാണ്. പിന്നെ ഈ റോഡ് ഇടിഞ്ഞുകൊണ്ട് ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. വരുന്ന ചാക്ക് സാധനമായിട്ട് വരുന്നുണ്ട് ഗവൺമെന്റ് പാസ്സാക്കിയിട്ട്. അതുകൊണ്ട് സ്ഥലങ്ങൾ കടൽ സൈഡ് വരുമ്പോൾ കയറടിച്ചിനും അങ്ങനെ കൊണ്ടു ചാക്കിന് ഒരു കല്ല് വരെ ഇവിടെ സാധനം കീക്കുന്നേയില്ല. എത്ര കൊല്ലം എമ്പച്ചെല്ലുണ്ട് കാസർഗോഡ് പഞ്ചായത്തിൽ വരെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ സംഭവം. ഈ കടൽ ചാക്കില് എത്രയോ ലീഗിന്റെ പണി ഞാൻ നാട്ടാറോത്തിനാണ് ചാക്കിട്ട് റോട്ടിന് വേണ്ടി. വർഷങ്ങളായി കാവുകോളി കടപ്പുറത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നിലവിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഈ വിഷയത്തിൽ സർക്കാരോ ജലസേചന വകുപ്പോ ആവശ്യമായ മുൻകരുതലുകളോ നടപടികളോ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. തകർന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കാനും ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായവും നഷ്ടപരിഹാരവും നൽകാനും സർക്കാർ തയ്യാറാകണമെന്ന് തീരദേശവാസികൾ ആവശ്യപ്പെടുന്നു. വരും ദിവസങ്ങളിലും കടലാക്രമണം ശക്തമായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.